യുപിയിലെ യോഗി ആദിത്യനാഥ് ഭരണകൂടത്തിന്റെ പാത പിന്തുടർന്ന് നിയമവിരുദ്ധമായി വീടുകൾ ബുൾഡോസർ ഉപയോഗിച്ച് തകർക്കുന്നത് പതിവാക്കിയ അസമിലെ ഹിമന്ത ബിശ്വ ശർമ്മ സർക്കാരിന് കനത്ത പ്രഹരമാണ് ഏൽക്കേണ്ടി വന്നത്. ബുൾഡോസർ രാജിന് ഇരയായ 5 കുടുംബങ്ങൾക്ക് കോടതി ഇടപെടലിനെ തുടർന്ന് 30 ലക്ഷം രൂപ സർക്കാർ വിതരണം ചെയ്തു. മത്സ്യവ്യാപാരിയായ ഷഫീഖുൽ ഇസ്ലാമിന്റെ കസ്റ്റഡി കൊലപാതകത്തെ തുടർന്നുണ്ടായ പ്രതിഷേധത്തിനിടെ നൌഗാവിൽ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചെന്ന് ആരോപിച്ചായിരുന്നു മുസ്ലിംകളുടെ വീടുകൾ സംസ്ഥാനത്തെ BJP സർക്കാർ ബുൾഡോസറുകൾ ഉപയോഗിച്ച് ഇടിച്ചു നിരത്തിയത്. നൌഗാവ് ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലാണ് വീടുകൾ നഷ്ടമായവർക്ക് തിങ്കളാഴ്ച നഷ്ടപരിഹാരം വിതരണം ചെയ്തത്. നഷ്ടപരിഹാരം വിതരണം ചെയ്തതിന്റെ വിശദാംശങ്ങൾ അസം സർക്കാർ ഗുവാഹത്തി ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. 2 കോൺക്രീറ്റ് വീടുകളും ഓലയും പ്ലാസ്റ്റിക് ഷീറ്റുകളും കൊണ്ട് നിർമ്മിച്ച 4 വീടുകളുമാണ് തകർത്തത്. കോൺക്രീറ്റ് വീടുകൾക്ക് 10 ലക്ഷം രൂപ വീതവും അല്ലാത്തവയ്ക്ക് 2.5 ലക്ഷം രൂപയുമാണ് നൽകിയത്. 2022 മെയ്യിലാണ് കേസിനാസ്പദമായ സംഭവങ്ങൾ ഉണ്ടായത്. പോലീസ് അറസ്റ്റ് ചെയ്ത ഷഫീഖുൽ ഇസ്ലാം കസ്റ്റഡിയിൽ കൊല്ലപ്പെട്ടതിനെ തുടർന്നുണ്ടായ പ്രതിഷേധം സംഘർഷത്തിൽ കലാശിക്കുകയും പ്രക്ഷോഭകർ പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുകയും ചെയ്തതാണ് വിവാദങ്ങൾക്ക് തുടക്കം. മത്സ്യവില്പന പൂർത്തിയായി വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന ഷഫീഖിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും 10,000 രൂപ നൽകുകയാണെങ്കിൽ മോചിപ്പിക്കാമെന്നും അറിയിച്ചു. അടുത്ത ദിവസം ഷഫീഖിനെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. ഇതോടെ നാട്ടുകാരും ഷഫീഖിന്റെ ബന്ധുക്കളും പ്രതിഷേധിക്കുകയും സ്റ്റേഷൻ ആക്രമിക്കുകയും ചെയ്തു. ഷഫീഖിന്റെ മയ്യത്ത് മറവു ചെയ്ത് മണിക്കൂറുകൾക്കുള്ളിൽ പോലീസ് എത്തി ഷഫീഖിന്റെ വിധവയും 8ാം ക്ലാസ് വിദ്യാർത്ഥിയായ മൂത്ത മകളും ഉൾപ്പെടെ 7 പേരെ അറസ്റ്റ് ചെയ്തു. സ്റ്റേഷൻ ആക്രമിക്കാൻ നേതൃത്വം നൽകിയെന്ന് ആരോപിച്ച് ഇവർക്കെതിരെ UAPA ഉൾപ്പെടെയുള്ള വകുപ്പുകളും ചുമത്തി. പിന്നാലെ ഷഫീഖിന്റെയും 2 സഹോദരങ്ങളുടെയും 2 ബന്ധുക്കളുടെയും ഉൾപ്പെടെ വീടുകളും തകർത്തു. പ്രതികളിൽ ഒരാൾ പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കെ കൊല്ലപ്പെടുകയും ചെയ്തു. ബംഗാളി മുസ്ലിങ്ങൾ കൂടുതലായി താമസിക്കുന്ന പ്രദേശമാണ് സംഭവം നടന്ന സലോൻ ബാരി. ഇതോടെ കൂടുതൽ പോലീസ് നടപടി ഭയന്ന് പ്രദേശത്തുകാർ നാടുവിട്ടുപോയി. വിവിധ സന്നദ്ധ സംഘടനകളും വ്യക്തികളുമാണ് വിഷയത്തിൽ നിയമയുദ്ധം നടത്തിയത്. കേസ് ആദ്യമായി നവംബറിൽ പരിഗണിച്ചപ്പോൾ പോലീസ് നടപടിയെ കടുത്ത ഭാഷയിലായിരുന്നു ഹൈക്കോടതി അപലപിച്ചത്. കേസ് ഈ മാസം 3-ന് പരിഗണിക്കവേ ഷഫീഖിൻ്റെത് കസ്റ്റഡി കൊലപാതകമാണെന്ന് ഹൈക്കോടതി വ്യക്തമാക്കുകയും നഷ്ടപരിഹാരത്തിന് ഉത്തരവിടുകയുമായിരുന്നു. Way2Nikah.com, the exclusive Muslim matrimonial site.